ഇന്ത്യയിലേക്കുള്ള വരവിനായി ഏറെ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ആപ്പിൾ ഇന്ത്യയിലെത്തി 2 വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആപ്പിൾ ഇന്ത്യയിലെത്തി 2.5 വർഷത്തിനുള്ളിൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടത് 1.5 ലക്ഷം ജോലികളാണ്. ഇത്രയും തൊഴിലവസരം ഇന്ത്യ പോലൊരു രാജ്യത്തിന് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് ഊഹിച്ചാൽ മതി. ഇപ്പോൾ ഫാക്ടറി ജീവനക്കാർക്കുൾപ്പെടെ വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയുമായി എത്തുകയാണ് ആപ്പിൾ. ചൈനയിലെയും വിയറ്റ്നാമിലെയും മോഡലിലാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ വീടുകൾ നിർമ്മിക്കുന്നത്. ഇത് തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ്. ആപ്പിളിന്റെ കരാർ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ, ടാറ്റ, സാൽകോം എന്നിവയുൾപ്പെടെയുള്ള വിതരണക്കാരുടെ നേതൃത്വത്തിലായിരിക്കും തൊഴിലാളികൾക്കായി ആപ്പിൾ വീടുകൾ നിർമ്മിക്കുക എന്നാണ് സൂചന. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നായിരിക്കും ഇത്. പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. പദ്ധതി പ്രകാരം 78,000 യൂണിറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത്. തമിഴ്നാട്ടിലാണ് കൂടുതൽ വീടുകൾ. 58,000 യൂണിറ്റുകൾ ലഭിക്കും എന്നാണ് സൂചന. ജീവനക്കാരുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ ഒരുക്കുന്നതും ലക്ഷ്യമിട്ടാണ് ഭവന നിർമ്മാണം. ഇതിൽ വനിതാ ജീവനക്കാർക്ക് മുൻതൂക്കം ലഭിക്കും. ഇവരിൽ ഭൂരിഭാഗവും 19 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. വനിതാ ജീവനക്കാർക്കായി ഇത്രയും വലിയ എംപ്ലോയീസ് ഹൗസിംഗ് പ്രോജക്റ്റ് ഇന്ത്യയിൽ ആദ്യമാണെന്നാണ് സൂചന. ഭൂരിഭാഗം ജീവനക്കാരും വാടകയ്ക്ക് താമസിക്കുകയാണ് ചെയ്യുന്നത്. മിക്കവർക്കും യാത്രയ്ക്കായി അധിക സമയം ചെലവഴിക്കേണ്ടി വരുന്നു. ചില വനിതകൾക്ക് സുരക്ഷാ പ്രശ്നമുണ്ടെന്നാണ് സൂചന. ആപ്പിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ വിതരണക്കാരാണ് ഫോക്സ്കോൺ. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂർ ആസ്ഥാനമായാണ് ഫോക്സ്കോൺ പ്രവർത്തിക്കുന്നത്. ഫോക്സ്കോണിൽ നിലവിൽ 41,000 ജോലിക്കാരുണ്ട്. അവരിൽ 75% സ്ത്രീകളാണ്. ടാറ്റ ഇലക്ട്രോണിക്സ് 11,500 യൂണിറ്റുകളാണ് ഹോസൂർ പ്ലാന്റിൽ ജീവനക്കാർക്കായി നിർമ്മിക്കുന്നത്. ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുമായി ടാറ്റ പ്രാഥമികമായി ഐഫോൺ എൻക്ലോസറുകൾ നിർമ്മിക്കുന്നു. ആപ്പിളിനായി പവർ അഡാപ്റ്ററുകൾ, എൻക്ലോസറുകൾ, മാഗ്നറ്റിക്സ് എന്നിവ നിർമ്മിക്കുന്ന സാൽകോം 3,969 ഹൗസിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കും. എന്തായാലും ആപ്പിളിന്റെ ഈ തീരുമാനം മറ്റ് കോർപ്പറേറ്റ് കമ്പനികളും മാതൃകയാക്കേണ്ട ഒന്നു തന്നെയാണ്.